നമ്മളാകുന്ന ബോഡി, നമ്മളാകുന്ന ശരീരം, നമ്മളാകുന്ന ഈ മനുഷ്യൻ, ഇത് അള്ളാഹ് നമ്മെ ഏൽപ്പിച്ച അമാനത്താണ്. അമാനത്ത് ഒരാളെ വിശ്വസിച്ചേൽപ്പിച്ച ചതിക്കരുത്. നമ്മൾ ചതിക്കരുത്. ഞാൻ വിശ്വസിച്ച് നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആ വസ്തു എനിക്കെതിരെ ഉപയോഗപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഒരു വസ്തു ഏൽപ്പിച്ച് വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചു, ഇതൊന്ന് നോക്കണം കേട്ടോ, തൽക്കാലം ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഏതോ ഒരു സാധനം നമ്മളെ കയ്യിൽ തന്നു. ആ സാധനം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏൽപ്പിച്ച ആൾക്കെതിരെ പണിയെടുത്താൽ സഹിക്കോ? അത് പൊറുക്കുവോ മനുഷ്യൻ? എന്നിട്ടും റബ്ബ് എത്ര പൊറുക്കുന്നവനാ, എന്നിട്ടും റബ്ബ് എത്ര ഹലീമാണ്, റബ്ബ് എത്ര സബൂറാണ്. അവന്റെ പേരല്ലേ അതൊക്കെ, സബൂർ, ഹലീം. വല്ലാത്ത വിവേകമുള്ളവനാണ് റബ്ബ്, വല്ലാതെ സഹിക്കുന്നവനാണ് റബ്ബ്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെയൊക്കെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഒരാളെടുത്തൊരു സാധനം ഏൽപ്പിക്കാൻ കൊടുത്തിട്ട് ആ സാധനം ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ നമുക്കെതിരെ തിരിഞ്ഞ അവനെ നമ്മൾ വെച്ചേക്കൂല ഭൂമിയില്. അപ്പ ആക്ഷൻ എടുക്കും, ഉടനെ ആക്ഷൻ എടുക്കും. മനുഷ്യന് സബറില്ല. എന്നാ അള്ളാഹ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലോ ഭൂമിപ്പുറത്ത് ഒരു ജന്തു ബാക്കി ഉണ്ടാവില്ല എന്നാ അള്ളാഹ് പറഞ്ഞു. വലൗ യുആഖിറുല്ലാഹു الناس بما ظلموا ما ترك على ظهرها من دابة. അള്ളാഹു മനുഷ്യന്മാര് ചെയ്യുന്ന അക്രമങ്ങൾക്ക്, അനീതികൾക്ക്, ലുൽമുകൾക്ക് ഉടനെ അങ്ങ് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ ഭൂമിപ്പുറത്ത് ഒരു ജന്തു ബാക്കി ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അള്ള അങ്ങനെ നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഏത് തമ്മാടി ഇങ്ങനെ ജീവിക്കണല്ലോ, അള്ളല്ല എന്ന് പറയണവനും സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ്. അള്ളാഹിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി പറയണവനും ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ കഴിയാണ്. അതെന്താ? അള്ളാഹ് അറിയാഞ്ഞിട്ടും കാണാഞ്ഞിട്ടൊന്നുമല്ല, അതങ്ങനെ അവധി വരെ ഇങ്ങനെ നീട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നന്ദി കാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു തആല പെട്ടെന്ന് ഞാൻ പിടിച്ച് ശിക്ഷിച്ചോളണമെന്നൊന്നുമില്ല. എനിക്കൊരു അവധി ഇങ്ങനെ നിശ്ചയിക്കും. കാരണം ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ ലോകമാണ്, പ്രതിഫലത്തിന്റെ ലോകം യൗമുദ്ദീൻ എന്ന് പറയുന്നത് പരലോക നാളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും അത് തന്ന റബ്ബാരോ ആ റബ്ബിന് പൊരുത്തമുള്ള മാർഗത്തിലേക്ക് മാത്രം ചിലവഴിക്കലാണ് യഥാർത്ഥത്തിലുള്ള ശുക്ർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ണ് നമുക്ക് അള്ളാഹ് തന്നതാണോ? ഉറപ്പല്ലേ? എങ്കിൽ ആ കണ്ണ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് നോക്കരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ആ കണ്ണുകൊണ്ട് അള്ളാഹനെ മനസ്സിലാക്കാനുള്ളതൊക്കെ വായിക്കണം. ആ കണ്ണുകൾ കൊണ്ട് ധാരാളം കാണണം, നോക്കണം, പ്രപഞ്ചത്തിലേക്ക് നോക്ക്. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. അല്ലാഹ് പറയാണ്, മനുഷ്യൻ നോക്കുന്നില്ലേ? ഒട്ടകത്തെ നോക്ക്. അറബികളോട് പറയാണ്, അന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ലോകത്തുള്ള അറബികളോട് പറയാം, ചുറ്റുഭാഗത്ത് കാണുന്ന അത്ഭുതകരമായ ജന്തുവാണ് മരുക്കാട്ടിലുള്ള മരുക്കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകം. എന്താ അതിന്റെ സൃഷ്ടിപ്പിൽ തന്നെ വല്ലാത്തൊരു പുതുമ. നമ്മളെങ്ങാനും ഇറങ്ങിയാൽ കാൽമുട്ട് വരെ ആണ്ടുപോകുന്ന മണൽക്കുഴികൾ, ഒട്ടകം നടന്നുപോയാൽ അതിന്റെ കുളമ്പ് താഴുക പോലുമില്ല. ഒരു സ്പെഷ്യൽ രൂപത്തിലുള്ള കാലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതിന്. നമ്മളാണെങ്കിൽ ആ മരുക്കാട്ടിൽ ഒരു സെക്കൻഡ് നേരം നിൽക്കുമ്പോഴേക്ക് കണ്ണിലൊക്കെ പൊടി പാറിയിട്ട് നമ്മളവിടെ മരിച്ചു വീഴും. എന്നാലോ ഈ ഒട്ടകം ഏത് പൊടിക്കാറ്റടിച്ചാലും ഒട്ടകത്തിന്റെ കണ്ണുകൾക്കൊന്നും സംഭവിക്കാത്ത നിലക്കുള്ള ഒരു കൃത്യമായ സൃഷ്ടിപ്പ് ആ കണ്ണിനും കൺപോളകൾക്കും. നമ്മളാണ് മരുക്കാട്ടിൽ ദാഹിച്ച് അകപ്പെട്ടതെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് നമ്മൾ പൊരി വെയിലത്ത് പടഞ്ഞു ദാഹിച്ചു മരിച്ചു പോകും. ഒട്ടകമോ മാസങ്ങളോളം മരുക്കാട്ടിൽ വെള്ളം കിട്ടാതെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ അതിന്റെ ബോഡിയിൽ അല്ലാഹു തആല ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിന്റെ സൃഷ്ടിപ്പ് എത്രയാണ്, എന്തൊരു ചന്തമാണ്, എന്തൊരു അത്ഭുതമാണെന്നാണ് അല്ലാഹ് പറയുന്നത്. ജന്തുശാസ്ത്രത്തെക്കുറിച്ച് വിലയിരുത്തുന്ന ആളുകൾക്ക് ഈ ഒരൊറ്റ ആയത്ത് മണിക്കൂറുകളോളം വിശദീകരിക്കാനുണ്ടാകും. അത്ര വലിയ അത്ഭുതങ്ങളുടെ സൃഷ്ടിപ്പാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ്. ചിന്തിക്കാൻ പറയുകയാണ്. ആകാശത്തേക്ക് നോക്ക്, എങ്ങനെയാണത് ഉയർത്തപ്പെട്ടത്. പർവ്വതങ്ങളിലേക്ക് നോക്കത് എങ്ങനെയാണ് ആണികൾ എന്ന നിലക്ക് നാട്ടപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിലേക്ക് നോക്കത് എങ്ങനെയാണ് നിവാസയോഗ്യമാക്കിയതെന്നൊക്കെ അല്ലാഹ് പറയാണ്. അങ്ങനെ ദുനിയാവിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടിവൈഭവങ്ങൾ കാണാനായി കണ്ണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ നല്ലത് കാണണം. അതുപോലെ കാതുകൾ തന്നത് എന്തിനാണ്? അള്ളാന്റെ അത്ഭുതങ്ങൾ കേട്ട് മനസ്സിലാക്കി, ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി ചിന്തിച്ച് അതിനുവേണ്ടി അള്ളാഹ് ഖൽബ് തന്നു. അങ്ങനെ ചിന്തിച്ച് കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് അള്ളാഹിനോട് നന്ദി കാണിക്കാനാണ് അള്ളാഹ് നമുക്ക് കണ്ണ് തന്നത്, കാത് തന്നത്, ഹൃദയം തന്നത്. ഇതൊക്കെ കിട്ടിയവരെങ്ങനെ നന്ദി കാണിക്കേണ്ടത്? അള്ളാഹ് എന്തിനാണോ തന്നത് അതിനു വേണ്ടി അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്.
അങ്ങനെ ഉപയോഗപ്പെടുത്താത്തവർ കാലികളെക്കാൾ അതപ്പതിച്ചവർ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കല്ലൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ജഹന്നമിലേക്ക് സൃഷ്ടിക്കപ്പെട്ട കുറെ മനുഷ്യന്മാരും ജിന്നുവർഗങ്ങളും ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവർ പോയി? അവർക്ക് അല്ലാഹു ഹൃദയം കൊടുത്തിരുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും അവർ നല്ലത് ചിന്തിച്ചില്ല. ചിന്തയ്ക്ക് മുഴുവൻ ദുന്യാവും വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേണ്ടതൊന്നും ചിന്തിച്ചില്ല, വേണ്ടതൊന്നും ആ കൽബിൽ വന്നില്ല. പിന്നെ കാതുകൾ കൊടുത്തു, അവർ വേണ്ടതൊന്നും കേട്ടില്ല. കണ്ണുകൾ കൊടുത്തു, കാണേണ്ടതൊന്നും അവർ കണ്ടില്ല, വായിച്ചില്ല, പഠിച്ചില്ല, നോക്കിയില്ല. വേണ്ടാത്തതൊക്കെ കണ്ടു, വേണ്ടാത്തതൊക്കെ കേട്ടു, വേണ്ടാത്തതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നു, ഭ്രാന്തനായി അങ്ങനെ ജീവിച്ചു. ഉലൈക കല്ലൻആം, നാക്കാലികളെപ്പോലെ. നാക്കാലികളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ബൽ ഹും അദൽ, അതിനേക്കാൾ പഴച്ചവരാണ്. കാരണം കാലികൾക്ക് ഈ കഴിവ് കൊടുത്തിട്ടില്ലല്ലോ. ഒരു പോത്തിനോ മൂരിക്കോ അങ്ങനെ കണ്ടിട്ട് നീ സത്യാസത്യങ്ങൾ മനസ്സിലാക്കണം എന്നൊന്നും പോത്തിനോട് പറഞ്ഞിട്ടില്ല. ഒരു മൂരിയോടങ്ങനെ കൽപ്പിച്ചിട്ടില്ല. നീ കേട്ടിട്ട് നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ചിട്ട് നല്ലതേ കേൾക്കാവൂ, ചീത്ത കേൾക്കരുത്, ആരാന്റെ പറമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കരുത്, ഹറാം ഹലാലൊക്കെ നോക്കണം, ഇതൊന്നും മൃഗലോകത്തോട് കൽപ്പനയില്ല. മനുഷ്യനോട് ഇതൊക്കെ ഉണ്ട്, അതിനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. രണ്ട് മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? കണ്ണും നാവും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വഹദൈനാഹുൻ നജ്ദൈൻ, ഉയർന്നു നിൽക്കുന്ന രണ്ട് വഴികളും നാം അവന് കാണിച്ചു കൊടുത്തില്ലയോ? ഒന്ന് ഹക്കിന്റെ മാർഗം, മറ്റൊന്ന് ബാത്തിലിന്റെ മാർഗം. ഹക്കിലൂടെ മാത്രമേ നീ പോകാവൂ, ബാത്തിലിലേക്ക് പോകരുത്. ആ കൽപ്പന മൃഗലോകത്തോട് ഇല്ല, ആ കൽപ്പന മനുഷ്യലോകത്തോടാണ്. അതുകൊണ്ടാ അല്ലാഹു പറയുന്നത് കൽപ്പന കിട്ടാത്ത മൃഗങ്ങളോടും ഇവരെ ഉപമിച്ചുകൂടാ. മറിച്ച് കഴിവ് കിട്ടിയിട്ടും ഉപയോഗപ്പെടുത്താത്ത ജന്തുവായ മനുഷ്യൻ നാക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ്. അവര് വല്ലാത്ത അശ്രദ്ധയിലാണ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ ആരെടുത്ത സഹോദരന്മാരെ തകരാറ്? എവിടെയാണ് തകരാറ്? നമ്മൾ നമുക്ക് കിട്ടിയ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നമ്മളെ കണ്ണും കാതും നാവും കൽബൊക്കെ. ഇനി അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള പണം അതിനെങ്ങനെയാ ശുക്ർ പറയേണ്ടത്? താങ്ക് യു അല്ലാഹ്, താങ്ക്സ് അല്ലാഹ് എന്ന് പറയല, അൽഹംദുലില്ലാ ശുക്ർ എന്നൊക്കെ ഇങ്ങനെ പറയല. അത് പറയണം, നാവുകൊണ്ട് ശുക്ർ പറയണം, ഹംദ് പറയണം, അവനെ വാഴ്ത്തണം, അവനെ പുകഴ്ത്തണം, സുബ്ഹാനല്ലാഹ് വേണം, അല്ലാഹു അക്ബർ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് അല്ലാഹനെ പുകഴ്ത്തലൊക്കെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. അല്ലാഹു തന്ന പണം കൊണ്ട് അവൻ ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് ഒരു ഫിൽസ് പോലും ചെലവഴിക്കാതിരിക്കലാണ് ശുക്ർ. അവൻ ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് മാത്രം ആ പണം വിനിയോഗിക്കലാണ് ശുക്ർ. കാരണം ഈ പണം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു, എവിടെ നിന്ന് കിട്ടി എന്ന് പരലോകത്ത് ചോദ്യമുണ്ട്. മുഴുവൻ നിഅമത്തിനെ കുറിച്ചും ചോദ്യമുണ്ട്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നത്തെ ദിവസം ഓ ജനങ്ങളെ, സർവ്വ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാത്തിനെ കുറിച്ചും ചോദിക്കപ്പെടും. നമ്മുടെ ബോഡി, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത് എല്ലാം ചോദിക്കും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, കണ്ണും കാതും ഹൃദയവുമൊക്കെ എല്ലാത്തിനെ കുറിച്ചും ചോദിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളാകുന്നു. മറുപടി പറയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഇതിനൊക്കെ മറുപടി പറയണം. അപ്പൊ പണം നൽകപ്പെട്ടവന്റെ ചോദിക്കും, നീ എവിടെ നിന്നാടോ നിനക്ക് കിട്ടിയത്? ബോഡി നൽകപ്പെട്ടവനോട് ചോദിക്കും വഅൻ ജിസ്മിഹി, അവന്റെ ബോഡിയെ കുറിച്ച് ചോദ്യമുണ്ട് നാളെ പരലോകത്ത്. ഫീമ അബ്ലാ, നിന്റെ ആരോഗ്യം, നിന്റെ ബോഡി നീ ഏത് മാർഗത്തിലേക്കാണോ ചെലവഴിച്ചത്? വഅൻ മാലിഹി, അവന്റെ മുതലാകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. മിന്നൈനക്തസബ്തഹു, എവിടെ നിന്നാടോ നീ സമ്പാദിച്ചത്? വഫീമ അൻഫഖ്തഹു, ഏത് മാർഗത്തിലേക്കാണോ നീ അത് ചിലവഴിച്ചത്? ഇത് പരലോകത്ത് ചോദ്യമുണ്ട്. ആരും ഇന്ന് ഒഴിവാവില്ല എന്നല്ല. തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെയും കാല് ചലിപ്പിക്കാൻ സമ്മതിക്കൂല പരലോകത്ത് മഹ്ശറിൽ. ഉത്തരാണ് പറയേണ്ടി വരുന്നതാണ്. എല്ലാവരോടും ചോദിക്കും, എല്ലാവരും ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ഒരു ബോധം അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന രണ്ട് നിഅമത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തി.
ആ രണ്ട് നിഅമത്തും നമുക്ക് പലപ്പോഴും നിഅമത്തായി തോന്നുകയില്ല. കാരണം നമ്മളാകെ നിഅമത്തെന്ന് പഠിച്ചു വെച്ചത് പണമുണ്ടാകലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, രണ്ട് നിഅമത്തുകൾ, ജനങ്ങളിൽ മഹാഭൂരിഭാഗവും ആ രണ്ട് അനുഗ്രഹങ്ങളും ശരിക്കും ഉപയോഗപ്പെടുത്താതെ അശ്രദ്ധയിലായി നീങ്ങുകയാണ്. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണം? അസ്സിഹ്ഹത്തു, ഒന്ന് ആരോഗ്യം. ആരോഗ്യം ഉള്ളപ്പോ അതിനാർക്കും ഒരു വിലയില്ല. ആരോഗ്യം പോകുമ്പോഴാണ് അതിന്റെ വില അറിയുക. ഇപ്പൊ കാലിന്റെ മുട്ടിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ റുക്കോഴ് ചെയ്യാനും സുജൂദ് ചെയ്യാനും തകരാറില്ല. കുറച്ച് കഴിഞ്ഞാൽ കസേര വേണം, കാൽമുട്ട് വേദന, അനങ്ങാൻ പറ്റണില്ല, പള്ളിയിലേക്ക് പോകാൻ പൂതിണ്ട്, നടക്കാൻ വയ്യ, രാത്രി എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും ഒന്ന്, ഒരു 2-3 റക്അത്തെങ്കിലും ഒന്ന് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിക്കണമെന്നും ഇപ്പൊ കഴിയും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചാലും നടക്കൂല. കഴിവുള്ളപ്പോ ചെയ്യണം, ആരോഗ്യമുള്ളപ്പോ ചെയ്യണം, സമയമുള്ളപ്പോ ചെയ്യണം. സമയം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഈ രണ്ട് അനുഗ്രഹങ്ങളും ഉള്ളപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തവരാണ് റസൂലുള്ളാഹി പറയുന്നത്. ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വൽ ഫറാഗ്, ഒഴിവ് സമയം കിട്ടുന്നവർ ഒഴിവുവേളയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വെറുതെ ടൈം പാസ്സാ. നമുക്ക് ആളുകൾ അങ്ങനെയാ പറയാ, എന്താ ഇരിക്കുന്നത്, ഒന്നുമല്ല, നേരം പോക്ക്. നേരം പോകാഞ്ഞിട്ട് നമ്മൾ ഇടങ്ങേറാവുകയാണ്. നേരം പോക്ക്, ടൈം പാസിന് വേണ്ടി എന്താ കളിയിലേർപ്പെട്ടത്? ടൈം പാസ്. പിന്നെ ടൈം പോയി കിട്ടുന്നില്ല, ടൈമില്ല, ടൈം പോയി കിട്ടുന്നില്ല. അതിങ്ങനെ വേണ്ടാത്തതിലേക്ക് ചെലവഴിച്ച്, പല മാർഗങ്ങളിലേക്ക് അവന്റെ സമയം ചെലവഴിച്ച് ഇങ്ങനെ സമയത്തെ കൊന്നുകളയാണ്. അവസാനം പിന്നെ സമയം വേണ്ടതിലേക്ക് നോക്കുമ്പോ പിന്നെ കഴിഞ്ഞുപോയി, ലാസ്റ്റ് ബെല്ലടിച്ചു. ആ സമയത്തുണ്ട് നമ്മളൊരു സമയത്തിന് വേണ്ടി ഒരു കെഞ്ചല്. അവസാനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മലക്കുൽ മൗത്തിന് വരുമ്പോ ഇതുവരെ ഒരു സമയം പോകാഞ്ഞിട്ട് ബേജാറായിരുന്ന നമ്മള് അല്പസമയവും കൂടി തരുമോന്ന് ചോദിക്കുന്ന ഒരു കെഞ്ചലുണ്ട്. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. ഞാനും നിങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് കൃത്യമായി പറഞ്ഞതാ. ആരും അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. അള്ളാഹ് പറയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മാർഗത്തിലേക്ക് വേണ്ടി മണിക്കൂറുകൾ സമയങ്ങൾ ചെലവഴിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ വേളങ്ങട്ട് എത്തുന്ന നേരത്ത് അവൻ അള്ളാഹിനോട് പറയും, റബ്ബിർജിഊൻ, എന്നെ ഒന്നും മടക്കിത്ത. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ഒരുപാട് ഞാൻ ചെയ്യാനുണ്ട്. ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കി വിട്ടേച്ചു പോയ ഒരുപാട് അമലുകളുണ്ട്, അതൊക്കെ വന്ന് ചെയ്യാനൊരൽപ്പം സമയം തരുമോ? ശരിയാണ്, ഇവർക്ക് കുറച്ച് സമയം വേണം, എന്നാ ഞാൻ അന്നപ്പം മരിപ്പിക്കണില്ല. അള്ളാഹ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവോ? ഇല്ല. ആ ആഗ്രഹത്തെ പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത്? കല്ല, വേണ്ടടാ, വേണ്ട, നീ നിനക്ക് സമയം തരുന്നില്ല, വേണ്ട, എന്തിനു നിനക്ക് സമയം? ഇന്നഹാ കലിമത്തുൻ, അത് കേവലം നിന്റെ ഒരു വർത്തമാനം മാത്രമാണ്. ആ വാക്കുകൾ കൊണ്ട് ഇനി ഒരു കാര്യവുമില്ല. നിനക്ക് ദുന്യാവിലേക്ക് ഇനി മടക്കമില്ല, മറിച്ച് ഇനി ചെന്നു ചേരേണ്ടത് വമിൻ വറാഇഹിം ബർസഖുൻ, അവരുടെ പിന്നിൽ ഇനി ബാക്കിയുള്ളത് അവരുടെ ഖബറാണ്. ഇലാ യൗമി യുബ്അസൂൻ, പരലോകത്തേക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ ഇനി ചെന്ന് കിടക്കാനുള്ളത് അന്ധകാരത്തിന്റെ ഖബറാകുന്നു. അതുകൊണ്ട് മോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് അള്ളാഹ് നമ്മളോട് കാലേ കൂട്ടി പറഞ്ഞു തരിക, നിങ്ങൾ ഇങ്ങനെ മോഹിക്കൂട്ടോ, അങ്ങനെ മോഹിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ, അതൊരു വെറും വാക്കായിരിക്കും കേട്ടോ. എന്തിനാ അള്ളാഹ് ഇത് നമ്മളോട് കാലേ കൂട്ടി പറഞ്ഞു തരുന്നത്? ആ സമയത്തെത്തിയിട്ട് ഖേദിക്കാതിരിക്കാൻ, മരണവേളയിൽ വെപ്രാളപ്പെടാതിരിക്കാൻ, അതിന്റെ മുമ്പേ നിനക്ക് കിട്ടുന്ന ആരോഗ്യവും സമയവും ഒക്കെ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള വഴിയിലേക്ക് ചെലവഴിക്കാൻ. അതിനല്ലേ അത് പറഞ്ഞു തരുന്നത്. അല്ലാതെ പെട്ടെന്ന് അള്ളാഹ് ഒന്നും പറയാതെ പിടിച്ചോണ്ടുപോകല്ലോ. പെട്ടെന്ന് അള്ളാഹ് ഒന്നും പറയാതെ നമ്മളെ മരിപ്പിക്കാം. സമയം തരുന്നുണ്ട്, സൗകര്യം തരുന്നുണ്ട്, പഠിക്കാനുള്ള സംവിധാനങ്ങൾ തരുന്നുണ്ട്, കണ്ണ് തന്നു, കാത് തന്നു, ഹൃദയം തന്നു, പണം തന്നു, സൗകര്യങ്ങൾ തന്നു, എല്ലാം തന്നു. പഠിച്ചോ, പഠിപ്പിക്കാൻ ആളുകളെ വിട്ടു നിന്നു, അമ്പിയാക്കൾ വന്നു, ലോകത്ത് പ്രബോധകന്മാര് വന്നു, വഴി കാണിക്കുന്ന ആളുകൾ വന്നു. എന്നിട്ടോ
നന്ദി കാണിച്ചോ? നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ? എന്താ? ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു തആല ഇങ്ങനെ തരുമ്പോ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ നന്ദി ഇങ്ങനെ കാണിച്ചാൽ അതുകൊണ്ടുള്ള ഗുണം അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടും. നന്ദി കേട് കാണിച്ചാലോ മല പോലെ വന്നത് മഞ്ഞുപോലെ ഉരുക്കിക്കളയും, പോകും. വഇദ് തഅസ്സന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമ്മളോട് അറിയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അവൻ വീണ്ടും 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 നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. അള്ളാന്റെ ഓഫറാണ് ഇത്. കേവലം ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഓഫർ അല്ല, ഇത് അള്ളാന്റെ ഓഫറാണ്. അല്ലാഹു പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ, ഞാൻ തന്ന നിഅമത്തുകൾ നല്ല രൂപത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാണിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കുള്ള നിഅമത്തുകൾ അല്ലാഹു അങ്ങനെ അധികം തരും, അധികം തരും. വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ ഓർത്തോളണം, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ വളരെ സഹിക്കാൻ